കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് 6ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയ്ക്കൊരു ചോദ്യം മഴയെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. അതിന് പറവൂരുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ ശ്രീഹരി എന്ന് പറഞ്ഞ കുട്ടി എഴുതിയ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. മഴത്തുള്ളികളിലെ കപ്പൽ യാത്ര എന്നായിരുന്നു. ചില വരികളിങ്ങനെയാണ്: കുറച്ചു നേരം പുറത്ത് കളിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല ഈ മഴ. ബുക്കിൻ്റെ പേജുകളെ ഞാൻ കൂട്ടുകാരിൽ നിന്ന് വേർപ്പെടുത്തി. അമ്മൂമ്മയോട് ഞാനൊരു കടലാസ് കപ്പൽ ആവശ്യപ്പെട്ടു. പേപ്പർ മടക്കി അതിനെ അമ്മൂമ്മ ചെറുതാക്കി. ഇതാ എൻ്റെ കടലാസ് കപ്പൽ സാഹസത്തിന് തയ്യാറായി. മനോഹരമായ കവിതയാണ്. ഒരു 6ാം ക്ലാസ്സുകാരൻ എഴുതിയാന്ന് പറയത്തില്ല. അത്രയും മനോഹരമായ ആശയങ്ങളും വരികളാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ വന്നായിരുന്നു. അന്നേ ദിനം തന്നെ ഒരു സാറെനിക്ക് ഒരു കുട്ടി എഴുതിയ മറ്റൊരു ഉത്തരം അയച്ചു തന്നു. അത് ഇംഗ്ലീഷിലുള്ള ഉത്തരമായിരുന്നു. ചോദ്യം സ്നേഹത്തെക്കുറിച്ച് എഴുതാനാണ്. അവൻ എഴുതിയ ഉത്തരം ഇങ്ങനെയാണ്: ജീസസ് ടോട്ട് എവരി വൺ ദാറ്റ് യു ഷുഡ് ലവ് യുവർ എനിമീസ് ആൻഡ് ഡോണ്ട് ഫൈറ്റ് ഓർ ഹേർട്ട് എനിബഡി. ജീസസ് ട്രാവൽഡ് അറൗണ്ട് ആൻഡ് ടീച്ച്ഡ് അബൌട്ട് ലവ് ആൻഡ് പീസ്. ജീസസ് ഹീൽഡ് മെനി സിക്ക് പീപ്പിൾ. ചോദ്യം സ്നേഹത്തെക്കുറിച്ചായിരുന്നു. അവൻ എഴുതിയ ഉത്തരം ഈശോയെക്കുറിച്ചായിരുന്നു. അവന് കിട്ടിയ മാർക്ക് 0. ടീച്ചറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെയാണല്ലോ, സ്നേഹത്തെക്കുറിച്ച് ചോദിച്ചിട്ട് എന്തിനാണ് ഈശോയെക്കുറിച്ച് എഴുതിയെന്ന്. പക്ഷെ വീണ്ടും ചിന്തിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഈശോയേക്കാൾ വലിയ ഉത്തരവില്ല. അപ്പോൾ ഞാനൊരു കൗതുകത്തോടെ സാറിനോട് ചോദിച്ചു, സാർ ഇത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്? അപ്പോൾ സാറ് പറഞ്ഞു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് സാറ് അവൻ വായിക്കുന്ന ഒരു ബൈബിൾ അയച്ചു തന്നു. ദ ചിൽഡ്രൻസ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ബൈബിൾ. അതിങ്ങനെ കീറി തുടങ്ങിയിട്ട് ഇങ്ങനെ സൈഡിലിങ്ങനെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് സാറ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നവൻ 5 വയസ്സ് തൊട്ട് വായിക്കുന്ന ബൈബിളാണ് അച്ചോ. അത് കീറി തുടങ്ങിയപ്പോൾ ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് വെറും പുസ്തകമല്ല, ഇത് ദൈവത്തിൻ്റെ ശരീരമാണ്. ചെറിയവർക്ക് നിരന്തരം വെളിപാടുകൾ കൊടുത്ത് ദൈവം നമ്മൾ വലിയവരെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അല്ല ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത്, ഈ ചെറിയവരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, കാരണം ദൈവത്തിൻ്റെ മുഖം നിരന്തരം കാണുന്ന മാലാഖമാരാണ് അവർക്ക് ചുറ്റുമുള്ളത്.